ഓക്കെ, അപ്പം ഇതാണ് ബോട്ടിൻ്റെ Rockerz 378 എന്ന് പറയുന്ന പുതിയ നെക്ക് ബാൻഡ്. അപ്പം ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ, അതായത് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മോഡൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത് 1300 രൂപയാണ്. അതിപ്പം ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ഇവരുടെ സൈഡിലാണെങ്കിൽ കൂടി നമുക്ക് 1300 രൂപ ബഡ്ജറ്റിൽ നമുക്ക് ഈ ഒരു മോഡൽ വാങ്ങാൻ പറ്റും. അപ്പം ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ഇത്രയും അധികം ഫീച്ചേഴ്സ് വരുന്ന മറ്റൊരു ബ്രാൻഡിൻ്റെ ഒരു മോഡൽ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ആ ഒരു രീതിയിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളാണ് ഈ ഒരു മോഡൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളായിരിക്കും നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളും കൊണ്ടുവന്നിരിക്കുന്നത്. നല്ലൊരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് 4 കളർ വേരിയൻറ്റ് ഇതിൻ്റെ അവൈലബിൾ ആണ്. അത് റെഡ്, ബ്ലൂ, പിന്നെ ബ്ലാക്ക്, വൈറ്റ്, ആ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഫുൾ കവർ വന്നിരിക്കുന്നത് പ്ലാസ്റ്റിക് അല്ല, ഒരു സിലിക്കോൺ ബേസ്ഡ് ആയുള്ള ഒരു കവറിംഗ് ആണ് ഇതിൻ്റെ ഫുൾ ആ ഒരു ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ നല്ല ലൈറ്റ് ആയിട്ടുള്ള കളർ ടോണും കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ അതിൻ്റെ ബട്ടൺസും കാര്യങ്ങളും അവൈലബിൾ ആണ്. പിന്നെ ആ ഒരു ഇയർബഡ്സിലുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന ആ ഒരു ഹെഡ്ഫോണിൻ്റെ ആ ഒരു ഹെഡ് സൈഡിലായിട്ട് നമുക്ക് മാഗ്നറ്റിക് ഉണ്ട്. അതായത് നമുക്ക് യൂസ് ചെയ്യാത്ത സമയത്ത് ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കാൻ വേണ്ടി. നിങ്ങൾ നെക്ക് ബാൻഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളും കൊണ്ടുണ്ട്. നല്ലൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ്. അതുപോലെ തന്നെ നമുക്കൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫീലും കാര്യങ്ങളും ഈ ഒരു മോഡൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടും. കാരണം വെച്ചാൽ ഫുൾ ഒരു സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള കവറിങ് കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും പോകുന്നത്. ഇനി നമ്മളിതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്കതിനകത്ത് ബ്ലൂടൂത്ത് വെർഷൻ വരുന്നതെന്ന് പറയുന്നത് 5.0 ആണ് വരുന്നത്. അതുപോലെ നമുക്ക് 200 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ ബോട്ടിൻ്റെ സബ് ചാർജിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഒരു സിംഗിൾ ചാർജിൽ നിങ്ങൾക്ക് 25 മണിക്കൂർ വരെ ഈ ഒരു നെക്ക് ബാൻഡ് പ്ലേ ടൈം അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളൊരു 10 മിനിറ്റ് ചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 15 മണിക്കൂർ വരെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. കമ്പനി അവകാശപ്പെടുന്നത് അങ്ങനെയാണ്. പിന്നെ ഇതിനകത്ത് വരുന്ന ഡ്രൈവ് എന്ന് പറയുന്നത് 10 mm ഡ്യുവൽ ഡ്രൈവ് ആണ് വരുന്നത്. പിന്നെ ഈ ഒരു ഡ്രൈവ് ട്യൂൺ ചെയ്തിരിക്കുന്നത് പറയുന്നത് TWS എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. അപ്പം വേൾഡിലെ ഫസ്റ്റ് നെക്ക് ബാൻഡാണ് ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് ട്യൂൺ ചെയ്യുന്നത് എന്നുള്ളതാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ നമ്മുടെ ബോട്ടിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ആ ഒരു ബേസും കാര്യങ്ങളും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സിഗ്നേച്ചറായിട്ടുള്ള ആ ഒരു സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളും ഈ ഒരു മോഡലിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലെ മറ്റൊരു ഫീച്ചറാണ് ബീസ്റ്റ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോഡ് നിങ്ങൾ എനേബിൾ ചെയ്തിട്ട് ഗെയിം കളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഗെയിമിൻ്റെ ഓഡിയും അതുപോലെ ഹെഡ്ഫോണും തമ്മിലുള്ള റിയൽ ടൈം സിങ്കിങ്ങിന് വേണ്ടിയാണ് ഈ ഒരു ബീസ്റ്റ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇനിയിപ്പോൾ അഥവാ നിങ്ങളിത് എനേബിൾ ചെയ്യാണ്ട് കളിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ലാഗോ കാര്യങ്ങളോ ആ ഒരു ഗെയിം കളിക്കേണ്ട സമയത്തുണ്ടാകും. അപ്പോൾ ഈ ഒരു മോഡൽ നമ്മൾ ഗെയിം കളിക്കുന്നവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാകത്തിന് അവർ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ഒരു ബീസ്റ്റ് മോഡ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സെപ്പറേറ്റ് എനേബിൾ ചെയ്യാനായിട്ട് ഇതിനകത്ത് ക്വിക്ക് സ്വിച്ച് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ആയിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അത് ജസ്റ്റ് എനേബിൾ ചെയ്യാൻ നിങ്ങൾക്ക് ബീസ്റ്റ് മോഡ് എനേബിൾ ചെയ്യാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു മോഡലിൻ്റെ പ്രൈസ് വരുന്നത് 1300 രൂപയാണ്, അതായത് 1299 രൂപയാണ് വരുന്നത്. അപ്പം നിങ്ങളിപ്പോൾ ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഇവരുടെ സൈറ്റിൽ നിന്ന് നോക്കുവാണെങ്കിൽ കൂടി നമുക്ക് 1300 രൂപ ബഡ്ജറ്റാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ഈ രീതിയിലുള്ള ഫീച്ചേഴ്സുള്ള മറ്റൊരു നെക്ക് ബാൻഡ് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തിനായാലും ഞാൻ ഈ പറഞ്ഞ സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണോ, അല്ലെങ്കിൽ നിങ്ങളുടെ പർപ്പസ് എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മോഡൽ വാങ്ങാമെന്നുള്ളൂ. എന്തിനാലും വെർത്തായിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ഗെയിമിങ് കളിക്കാൻ വേണ്ടി ഒരു നെക്ക് ബാൻഡ് നോക്കുന്നുണ്ടെങ്കിലും നല്ലൊരു മോഡൽ തന്നെയാണ്. കാരണം വെച്ചാൽ ഇതിന് നല്ലൊരു ഡിസൈനിങ് കാര്യം വരുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളാണ്. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു അപ്ഗ്രേഡബിൾ ആയിട്ടുള്ള ടെക്നോളജിയും കാര്യങ്ങളും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടും നമുക്കൊരു ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് 1300 രൂപ ബഡ്ജറ്റിനുള്ളിൽ ഈ രീതിയിലുള്ള ഒരു സ്പെസിഫിക്കേഷൻ കാര്യങ്ങളും വേണം, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ ചൂസ് ചെയ്യാന്നുള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളും തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.